ഡോക്ടർ ആരിഫ് കഴിഞ്ഞ ദിവസം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗൾഫിൽ നിന്നും വന്നിറങ്ങിയ PFI ഭീകരൻ ബീഹാർ സ്വദേശി മുഹമ്മദ് ആലത്തിനെ NIA പൊക്കിയിരുന്നു. അപ്പോൾ അതോടു കൂടിയാണ് ഈ അവിടെ ഇരുന്ന് ഫണ്ട് ചെയ്തവന്മാർക്ക് ഇപ്പോൾ പേടിയായിരിക്കുന്നത്. ആരും നാട്ടിലോട്ട് വരുന്നില്ല. ഈ 10,000 മലയാളികളും ഇപ്പോഴും അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരാൻ അവർ ഭയക്കുന്നു. അഥവാ വന്നു ചാടുകയാണെങ്കിൽ NIAയുടെ വലയിൽ വീഴുമോ എന്ന ആശങ്ക ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഡോക്ടർ ആരിഫ് ഈ വിഷയത്തെ? ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ അത് തിരിച്ചറിയാനും അത് പരിഹരിക്കാനും ശ്രമിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ആഗോളതലത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള വിഷയമാണ്. ചില കേസ് സ്റ്റഡീസ് പോലും ഈ ഒരു വിഷയത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന നമുക്ക് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ് ഇറാനിലെ IRGC എന്ന് പറയുന്ന ഒരു സംഘടന. അതിൻ്റെ ഒരു ഖുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ഒരു ടെറർ ഒരു വിങ് തന്നെയാണ് ഈ പറയുന്ന സംഘടനയാണ്. മാത്രമല്ല അത് ഇറാൻ്റെ ഒരു ഔദ്യോഗിക ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടും കൂടിയാണ് അവരവിടെ നിലകൊള്ളുന്നത്. ഈ ഗ്രൂപ്പ് ആഗോളതലത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങളിൽ പലതിലും കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കെ അവിടേക്ക് ചെല്ലാതെ ഇപ്പം നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അതിലേക്ക് ഫണ്ട് ചെയ്ത ആളുകൾ മുഴുവൻ മിഡിൽ ഈസ്റ്റിൽ ഇരുന്നിട്ടാണ് ഈ പണി ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന IRGCക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്ത ആളുകൾ മുഴുവൻ കൂടുതലും അമേരിക്കയിലും യൂറോപ്പിലും ഇരുന്നിട്ടാണ് ചെയ്തത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനിവർ ചെയ്യുന്ന ആ മോഡസ് ഒപ്പറാൻഡി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച അതേ സംഗതി തന്നെയാണ്. അതായത് പ്രധാനമായിട്ട് കള്ളക്കടത്ത്, 2 ഷെൽ കമ്പനികൾ, 3 ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, 4 ഇതുപോലെയുള്ള ചെറിയ സംഘടനകളും മറ്റുള്ള സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിക്കലും കാര്യങ്ങളും, പിന്നെ 5 പള്ളി പണിയുക, മതസ്ഥാപനങ്ങൾ പണിയുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് ഒരു കോമൺ പാറ്റേൺ ആണ്. ഇത് ചെയ്തുകൊണ്ട് ആഗോളതലത്തിൽ അവരുടെ പേരുറപ്പിച്ച് അവർക്ക് വേണ്ട ഫണ്ടിങ് കണ്ടെത്തി അതിലൂടെ പമ്പ് ചെയ്യുന്ന പണം മറ്റ് പല ആളുകളുടെ പേരിൽ, അതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയുന്നത്. കാരണം ഇവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇറാനിലെ അവസ്ഥ നമുക്കറിയാം. ഒരു സാങ്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഓയിൽ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വഴികൾ അവർ ഉപയോഗിച്ചത്. അവർ ഉപയോഗിച്ചത് ഇറാനിയൻ ജനത അവരുടെ ആ ഒരു മുഖം അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ള ആ ഒരു രീതിയിൽ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്ത് കമ്പനിയിൽ വർക്ക് ചെയ്തും അതല്ലെങ്കിൽ കമ്പനികൾ നടത്തിയും ഇതുപോലെ നിന്നുകൊണ്ട് അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ വിട്ടുപോയത്. ക്രിപ്റ്റോ കറൻസിയും കൂടി ഈ ഒരു ഗണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതും കൂടി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ്. അതായത് നോട്ട് കറൻസി ഇതിനേക്കാളൊക്കെ ഇന്ന് അവർക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരു സാധനമായി മാറിയിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തും ഇന്നും അതൊരു വലിയൊരു ഹേർഡിലായിട്ട് നിൽക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റബിൾ ആകുന്ന വിഷയത്തിൽ ഇന്നും ഒരു തടസ്സമുണ്ടെങ്കിൽ ഈ ഒരു തീവ്രവാദ ബന്ധം തന്നെയാണ് അതിന് വഴിവെക്കുന്ന ഒരു സാധനമായിട്ട് ഇത് മാറുന്നു. മാത്രമല്ല ഒരു ടെറർ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടും ചില്ലറയും അതിനേക്കാളൊക്കെ ഹലാലായിട്ടുള്ള സാധനമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നോട്ടൊക്കെ ഹറാമാണ് എന്നും കൂടിയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പം അങ്ങനെ ഇതെല്ലാം വെച്ചുകൊണ്ട് ചെയ്ത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇറാനിൻ്റെ തൊട്ടയൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മൾ ഇന്ന് പറയുന്ന 3 സംഘടനകൾ ഹു എന്ന് പറയുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഈ 3 സംഘടനകളെയും പ്രോക്സികളാക്കി വെച്ചുകൊണ്ട് ആ മിഡിൽ ഈസ്റ്റ് ആ റീജിയണിൽ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോക്സി വാർസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഹമാസ് ഒക്കെ ഇസ്രായേൽ ഉണ്ടാക്കുന്ന വിഷയങ്ങളായാലും എല്ലാം നമ്മൾ പറയുന്നു. ഹിസ്ബുള്ളയെ കുറിച്ച് പറയുന്നു. പിന്നെ അതുകൂടാതെ സിറിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ട് നടക്കുന്ന കാര്യം, ഇതെല്ലാം ഇതിൻ്റെ അങ്ങേയറ്റം വരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് ഇതിനെ തടഞ്ഞത്? പ്രധാനപ്പെട്ട വഴി അതിൻ്റെ സാമ്പത്തിക സ്രോതസ് അത് പൂട്ടുക എന്നുള്ളത് തന്നെയാണ് അന്നും അവർ ചെയ്തത്. അത് വളരെയധികം ഇഫക്റ്റീവ് ആകുക മാത്രമല്ല അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്. ഇന്നിപ്പോൾ ഈ യുദ്ധത്തിന് പ്രോക്സി വാറിന് അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർക്ക് വലിയൊരു ധൈര്യവും ഒരു വിജയസാധ്യതയൊക്കെ അവർ കൽപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ കണ്ടു എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഒരു ഒക്ടോബർ 7 തുടങ്ങിയതാണ്. ഇന്ന് 4 രാജ്യങ്ങളിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒന്ന് ആ പറയുന്ന ഹമാസ്, ഹൂത്തി, അതുപോലെ ഹിസ്ബുള്ള, ഇപ്പോൾ സിറിയ. ഈ 4 എണ്ണം അവിടെ തീരുന്നു. ഇനി 5ാമത് തീരാൻ പോകുന്നത് ഇറാനും കൂടിയാണ് എന്നിടത്തേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് അത് കണ്ടെത്തുക, അത് ക്ലോസ് ചെയ്യുക, അതിന്
കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഈ ഒരു വശം, ഇതിന് ഈ ഫണ്ടിങ് കൺട്രോൾ ചെയ്യുകയും അതുവഴി ടെററിസം കൺട്രോൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ നമ്മൾ കാണാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഗതിയിൽ എങ്ങനെയാണ് മലയാളി സമൂഹം ഈ തീവ്രവാദ പ്രവർത്തനത്തിനോട് കാണിക്കുന്ന ഒരു ആഭിമുഖ്യം, ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണാതിരിക്കുന്നത്, ഇതൊരു കുടിൽ വ്യവസായം പോലെ എന്ന ഒരു കാഴ്ചപ്പാട്, ഇതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. കാരണം ഒരു കാർട്ടൂൺ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവണം പലപ്പോഴും. അതായത് തീവ്രവാദം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ ഒരു ബോംബായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീവ്രവാദികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പൊക്കി പിടിച്ചു കൊടുക്കുന്ന കുറേ ആളുകൾ, ഈ ബോംബ് പൊക്കി പിടിച്ചു കൊടുക്കുന്ന കുറേ ആളുകൾ, അങ്ങനെ ഒരു കാർട്ടൂൺ, വലിയ പ്രസിദ്ധമായ ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂൺ കാണിക്കുന്നത് ഈ തീവ്രവാദികൾക്ക് അവരുടെ പ്രവർത്തനം, അവർ പൊതു മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനമേ വരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ആ ചെറിയ ശതമാനമാണെങ്കിൽ പോലും ഈ പീസ്ഫുൾ മെജോറിറ്റി എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പീസ്ഫുൾ ആണോ അല്ലേ എന്നത് മറ്റ് സമൂഹവും മുസ്ലിങ്ങൾ മൊത്തത്തിലും തിരിച്ചറിയാൻ അവർ സ്വയം ഒന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ പറയാം. കാരണം നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരെ കുറച്ച് പേരെ പിടിച്ച് ജയിലിലിട്ടു എന്നതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം ഇവിടെ തീർന്നു എന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞത് ആരാണ്? സത്യത്തിൽ ഇവിടെ അവരെ പൂട്ടിയ സമയത്ത് പല വീഡിയോകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പല വീഡിയോകൾ ഇറങ്ങിയത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ എന്താ ധരിച്ചത്? കുറച്ച് പോപ്പുലർ ഫ്രണ്ടുകാരെ അങ്ങ് പിടിച്ചങ്ങ് അകത്തിട്ട ഇതൊക്കെ അങ്ങോട്ട് തീരുന്നതാണോ? നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ചില വീഡിയോസൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു, ചില മിഡിൽ ഈസ്റ്റേൺ കാക്കമാർ തന്നെ. ഇന്ന് ഇതുപോലുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവർ പുറത്ത് ഞാൻ തീവ്രവാദിയാണെന്ന് എഴുതി ഒട്ടിച്ച് നടക്കുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ പറയുന്ന സംഗതി ഉണ്ടെന്ന് മാത്രമല്ല, അങ്ങനെ മനസ്സിലുണ്ട് എന്ന് പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനോട് സഹകരിച്ചിരുന്നത് ഇതുപോലുള്ള സാമ്പത്തികമായ സഹായം കൂടി കൊടുത്തുകൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് പ്രധാനമായും ആദ്യം ഉയർത്തിപ്പിടിക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക ഏതാണ്? അത് മതപരമായിട്ടുള്ള കടമകൾ എന്നുള്ള രീതിയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറയുന്ന ജിഹാദ് എന്ന് പറയുന്ന വിഷയം. ആ ജിഹാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പര്യവസാനമായിട്ട് അവർ കാണുന്നതാണ് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത്. അത് ഇന്ന് നമ്മൾ വളരെയധികം ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയമായി ബന്ധപ്പെടുത്തിയിട്ട് ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയെ തള്ളുന്ന ഘട്ടത്തിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ആ ഹൃദയം അങ്ങെടുത്ത് മാറ്റുകയാണ്. ഇനി വേണ്ട, ആ ഹൃദയം നശിച്ചുപോയി, ഇനിയിപ്പോൾ നമുക്കത് വേണ്ട, അത് മാറ്റി വെക്കണം നല്ലതെന്ന് പറഞ്ഞ് ആ ഹൃദയം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ശരീരത്തിന് എന്തെങ്കിലും എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശരീരത്തിൽ നിന്നും ആ മൗദൂദി എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവർ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഒളിപ്പിച്ചു വെക്കുന്ന എന്താണ്? അവരുടെ യഥാർത്ഥത്തിലുള്ള മതരാഷ്ട്രവാദം തന്നെയാണ്, ആ സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം അയക്കുക എന്ന് പറയുന്നത് അത് കോടീശ്വരൻ്റെ മാത്രം ബാധ്യതയല്ല. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു നേരത്തെ ഭക്ഷണം അത് കണ്ടെത്താൻ പോലും കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിൽ നിന്നും ഒരു ചെറിയ തുട്ട് ഇതിനു വേണ്ടി ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്തിയ ഇനം ഹൂറികളെ ഉറപ്പാക്കുന്ന പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാതെ പെട്ടുപോയതായിരിക്കുമോ? തീർച്ചയായിട്ടും അറിയാതെ പെട്ടുപോയതല്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ പറയുന്നത് സത്യത്തിൽ ഈ തീവ്രവാദികൾക്ക് വളമാവുകയാണ് ചെയ്യുക. ഇത് മുസ്ലിങ്ങൾ അറിയാതെയാണോ ചെയ്യുക എന്നുള്ള ചോദ്യം അത് നമ്മൾ ചോദിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഞാൻ അത് തന്നെയാണ് പറയുക. കാരണം എന്താണ്? അറിയാത്ത ആളുകൾ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ നിന്നിട്ടുള്ള ഇപ്പോൾ ഈ 10,000 പേരെ നിങ്ങൾ എടുത്തു, ഈ 10,000 പേരും ഇതിന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്? അല്ലെങ്കിൽ അവർ ചോദിക്കണമായിരുന്നു ഇതെവിടെയാണ് ഈ പണം പോകുന്നത്, എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് എന്നുള്ളത് അവർ ഇപ്പം നമ്മളെടുത്ത ഒരാൾ വന്ന് കാര്യം ചോദിക്കുക, ഒരു 5 പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ടല്ലേ നമ്മൾ കാണുക. ആ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ അറിയുന്നില്ല എന്ന ഒരു ധാരണയിലാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, അവർ ചൂണ്ടിക്കാണിക്കട്ടെ, ഞങ്ങൾ ആർക്കാണ് പണം കൊടുത്തത്, എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത്, ഞങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച ആളുകൾ ഏതൊക്കെയാണ്, അതിൽ മെക്സവൻ ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മക്ക സെൻറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ വല്ല ഐഡിയൽ സെൻറ്റർ ഉണ്ടോ എന്ന് അവർ പറയട്ടെ. അവർ പറയുന്നുണ്ടോ? ഇല്ല, അവരും ഒളിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മൗനം തന്നെ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഇതൊരു മൗനം വെച്ചിട്ട് കൊണ്ടാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു ഘട്ടത്തിൽ
എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കരുതലെടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതം അത് രാഷ്ട്രീയത്തിൽ കലർത്തിക്കൊണ്ട് ഇതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പല നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അത് മുസ്ലിം സമൂഹത്തിന്റെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വരികയും നിരന്തരം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷം ശക്തിപ്പെടുന്നു എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും മാറിയിട്ട് തങ്ങൾ തന്നെയാണ് അതിന്റെ പ്രശ്നക്കാർ എന്ന് ബാക്കിയുള്ള ആളുകൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ പിന്നെ എക്സ് മുസ്ലിമിന് പോലും നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു കാലം. അതാണ് നമ്മുടെയൊക്കെ ഭയം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമുക്കും എങ്ങനെ പിന്നെ നിൽക്കാൻ കഴിയാം? ഞാനൊക്കെ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഗുരുമൂർത്തിയെ പോലെ കുറിയൊക്കെ തൊട്ട് നടക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പം ഞാൻ പറയുന്നു, ഇത് വളരെയധികം കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത അത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. അവരത് മനസ്സിലാക്കി തീവ്രവാദത്തെ എതിർക്കുന്ന സമയത്ത് അത് തീവ്രവാദത്തെയാണ് എതിർക്കുന്നത്, തീവ്രവാദികളെയാണ് എതിർക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ്, അവരതിൽ നിന്നും വിട്ടുനിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള കൃത്യമായ സന്ദേശം കൊടുക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അത് പറയാതെ അവിടെ മൗനം ഭരിച്ചുകൊണ്ട് അത് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നുകൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് വഴിവെക്കുക. സത്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങളെ നമ്മളെയൊക്കെ ആന്റി മുസ്ലിം ആക്കുകയല്ലേ? അതെ, അങ്ങനെ ചെയ്യും തോറും കൂടുതൽ മുസ്ലിങ്ങൾ ഈ പറയുന്ന ആ വലയത്തിലേക്ക് പെടാനും അവരെ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ തള്ളിയിടാനുമാണ് ഇവിടെ വഴിവെക്കുന്നത്. അതാണ് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ.